അസ്സലാമു അലൈക്കും പൊന്നാര മക്കളെ. അപ്പോൾ നമ്മളെ കുഞ്ഞോളെ പുതിയാപ്പിളക്കാക്കൊക്കെ ഇവിടെ നാട്ടിലെത്തിക്കണ്. അപ്പോൾ ഇൻഷാല്ലാ ഓല് വൈകുന്നേരം വരും എന്നൊക്കെ പറഞ്ഞു കേട്ടാ. ഏതായാലും ഞമ്മക്കുള്ള ചായക്കട ഇവിടെ ഉണ്ടാക്കുന്നത് മക്രോണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടാ. മക്രോണി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇറച്ചിയാണെങ്കിൽ കുറേ ഉണ്ട്. ഇറച്ചിയൊക്കെ ഇട്ടുകാണ്ട് നല്ല ഇങ്ങോട്ട് വരട്ടി ഉണ്ടാക്കാൻ രസമാണല്ലോ. അപ്പോൾ ഇതാ മക്രോണിയൊക്കെ നല്ല വെന്തീൻ്റെ ശേഷം ഇതൊന്നും ഇങ്ങോട്ട് ഇളക്കി നോക്കട്ടെ കേട്ടോ. ഒന്നും കൂടി ഇങ്ങോട്ട് ആവണം. കുക്കറിൽ അടിച്ചാലും മതി. പക്ഷെ ഉപ്പാക്ക് അങ്ങനെ ഇഷ്ടമല്ല കുക്കറിൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ വെച്ചേ. അതൊരു ചായയൊക്കെ ഇവിടെ തളിച്ചു കൊടുക്കുന്നുണ്ട്. ചീഞ്ചട്ടി കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകാണ്ട് കുറച്ച് സവാളയും കറിവേപ്പിൻ്റെലും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടുകാണ്ട് നല്ലോന്നൊരു വാടിയതിൻ്റെ ശേഷം കുറച്ച് തക്കാളിയൊക്കെ ഇട്ടുകാണ്ടേ നമുക്ക് മസാല ഒക്കെ ഇട്ടുകാണ്ട് നമ്മൾ മക്രോണി ഇട്ട് നല്ലൊന്ന് റെഡിയാക്കി എടുക്കാം. ഇറച്ചി മസാല ഇവിടെ റെഡിയാണ് കേട്ടോ. മക്രോണി ഇതവിടെ കണ്ടില്ലേ ഊറ്റി നല്ല പാകത്തിന്. ഇതാണെങ്കിൽ ഒന്ന് വേറിട്ട് നിൽക്കണം. ഒന്നാരും അടിയുമ്പോൾ ഒരു രസമില്ല. ഇതിങ്ങനെ നല്ല വേവും വേണം. വേറിട്ട് നിൽക്കും വേണം. എന്നാൽ നല്ല രസമാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് ഒന്നുകൊണ്ട് ഇളക്കി സെറ്റാക്കി ഇനി അതിക്ക് നമുക്ക് ആ ഇറച്ചി ഒന്നിങ്ങോട്ട് ഉടച്ചുകാണ്ട് നല്ല ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നല്ല വെന്ത ഇറച്ചി തന്നെയാണ്. ഇതാണെങ്കിൽ മുട്ട ഇട്ടും വെക്കൂട്ടോ. മുട്ട ഇട്ടുകാണ് എല്ലാവരും വെക്കല്. പക്ഷേ ഇത് മുട്ടയിലേറെ രസം ഇറച്ചിയാണ്. നല്ല ഇങ്ങോട്ട് കുറച്ചൊക്കെ നല്ല അത്യാവശ്യം ഇത് കുറഞ്ഞത് ഗ്രേവിയോടുള്ള ഇറച്ചി ഇട്ടുകാണ്ട് നല്ല ഇങ്ങോട്ട് മിക്സാക്കി വെച്ചാൽ എന്ത് രസമാണോ. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതാപ്പാണ് അപ്പോൾ പുതിയാപ്പിളക്ക് കൊടുക്കുന്നത്. പുതിയാപ്പിളക്ക് കൊടുക്കാമെന്നല്ല കേട്ടോ മക്കളെ. അത് നമ്മളെ രാവിലത്തെ ചായക്കടയാണ്. അപ്പോൾ ഇതൊന്ന് എന്തൊക്കെ ഇട്ടുകാണ്ട് നല്ലെന്നുണ്ട് ഇളക്കി സെറ്റാക്കി കുറച്ചീച്ച് ഇട്ടാലേ നല്ല ഇങ്ങോട്ട് ഇളക്കി റെഡിയാവും. മറ്റേ ഒന്നായിട്ടാണ്ട് ഇടുമ്പോൾ ചിലപ്പം നമുക്ക് ഇളക്കാൻ പ്രയാസമായിക്കാരം. അപ്പോൾ അത് എത്ര ഇട്ടുകാണ്ട് നല്ലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം പിന്നെ ബാക്കി ഇട്ടുകാണ്ട് അങ്ങനെ. ഇപ്പോൾ സഫമോൾക്ക് മസാല ഇട്ട് വല്ലാതെ ഇഷ്ടമില്ല കേട്ടോ. ഓൾക്ക് ഞാൻ വെള്ള കളറുള്ള മക്രോണി കുറച്ചുകൊണ്ട് എടുത്ത് വെക്കലാണ്. മറ്റേ എന്താണ് ഓൾ എരി ഉണ്ടെന്ന് പറയും. ഇങ്ങനെ എല്ലാവരും വെക്കലുണ്ടാവും. നമ്മൾ ഇറച്ചിയും പൂളിയൊക്കെ വെക്കൂലേ, അതാ ഇറച്ചിട്ട് കണ്ട പൂൾ അങ്ങോട്ട് ആകുമ്പോൾ എത്രമാത്രം ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ കുറച്ചൊക്കെ നെയ്യുള്ള ഇറച്ചിയും കൂടി ആകുമ്പോൾ ഈ മക്രോണിൻ്റെ ഇടയ്ക്കാണ് ഇട്ട് കൊടുക്കുമ്പോഴേ അതിങ്ങോട്ട് ഉരുകി വരുമ്പോൾ നല്ലൊരു രസമാട്ടാ. ഇപ്പം കണ്ടില്ല അത്യാവശ്യം സെറ്റ് ആയിക്കണം. ഈ ഭാഗം കൂടി ഒന്ന് ഇളക്കി റെഡിയാക്കട്ടെ. സിറ്റ് ഔട്ടിൽ നിന്ന് എന്താ ഒരു ഒച്ചപ്പാട് വിചാരിച്ച് ഇങ്ങനെ പോയി നോക്കി. ഇപ്പോൾ അത് സ്കൂളിൻ്റെ ബെല്ലാണ്. അപ്പോൾ ഉപ്പാക്ക് നന്നാക്കാൻ വേണ്ടി ഇപ്പാൻ്റെ കടയിക്കാരൊക്കെ ഉണ്ടാക്കി കൊടുത്താണ്. അപ്പോൾ ഇപ്പോൾ നന്നാക്കി കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട്. ബെല്ല് കണ്ടപ്പോൾ സഫമോൾക്ക് ഒരു ദേശീയഗാനം ചെല്ലാൻ ഒരു പൂതി. അപ്പോൾ ഏതായാലും ഓളത് അവിടെ ഇരുന്ന് അങ്ങനെയാണ് ചെല്ലുകയും ചെയ്തു. നിങ്ങൾ കേട്ടില്ലേ? എങ്ങനെയുണ്ട്? പഠിച്ചണുള്ളൂ കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇപ്പോൾ പണിക്ക് പോവാണ്. അപ്പോൾ പറഞ്ഞു ഇനി ഇന്നിപ്പോൾ ചോറൊന്നും ഉണ്ടാക്കണ്ട, ചോറ് ഞാൻ ബിരിയാണി കൊടുത്തരാം അല്ലെങ്കിൽ മന്തി കൊടുത്തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. ഇപ്പം പോയപ്പോഴത്തേന് ഇപ്പം എന്നോട് നാടൻ മുട്ട ഉണ്ട് കോഴിക്കളിട്ട്, അത് പുഴുങ്ങിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ കുക്കറിൽ കുറച്ച് ഒരു 4-5 നാടൻ മുട്ട ഇട്ട് കണ്ടൊന്ന് പുഴുങ്ങാൻ വെച്ചു. എനിക്കാണെങ്കിൽ ഒരു ഹാഫ് വേവുള്ള മുട്ട ഇട്ട് ഇഷ്ടം. അപ്പോൾ ഞാനത് എന്താട്ടിയത് 2 മുട്ട എടുത്ത് കണ്ട് ഇങ്ങോട്ട് ആ ഒരു ഹാഫ് വേവാകാൻ ഉള്ള മുട്ട ആകാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചു. കുട്ടികൾക്ക് ഒന്നും കൂടി വേവിച്ചും ചെയ്തു. അല്ലെങ്കിൽ മുട്ട പോകുമ്പോൾ മഞ്ചേരിക്ക് കൊണ്ടുപോയി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ബസ്സിനൊക്കെ പോകുകയാണെങ്കിലൊക്കെ അത് ബുദ്ധിമുട്ടേക്കാതെ ഞാനാണ് പുഴുങ്ങി വെച്ചിട്ടാ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പം നാടൻ മുട്ടയും ബ്രൂ കോഫിയും നല്ല രസമായിക്കാറല്ലോ. അതൊരു പ്രത്യേക രസമായി. അപ്പോൾ ഒരു 10 മണി ആയപ്പോൾ ഞങ്ങൾ രാവിലെ മക്രോണി തിന്നിക്കിട്ടാ. അപ്പോൾ ഈ സമയമായപ്പോൾ ഞങ്ങൾ അത് കുടിച്ചു. കഞ്ഞൊന്നും വെച്ചിട്ടില്ല. ബ്രൂ കോഫി എന്ന വയനാട്ടിലത്തെ ചായപ്പൊടി അല്ല കേട്ടോ, വാങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ കുറച്ച് പൊറാട്ട ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം പൊറാട്ട ആണല്ലോ. ചൂടോട് കൂടിയ പൊറാട്ട എന്നാൽ നല്ല രസമാണല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് വേണ്ടി കുറച്ച് കൂന്തൾ ഇപ്പോൾ കൊടുത്തിരുന്നു. അപ്പോൾ ആ കൂന്തൾ മുറിച്ചുകാണ്ട് ശരിക്ക് ഒന്നിങ്ങോട്ട് ഫ്രൈ ചെയ്ത് മസാല കൂട്ടി ഫ്രൈ ചെയ്ത് ഉള്ളിയും തക്കാളിയും ഒക്കെ
വാട്ടി അങ്ങനെ വെച്ചിരുന്നു. പിന്നെ ക്യാബേജ് കുറച്ച് ഉപ്പേരി വെച്ചിരുന്നു. അപ്പോൾ ചോറ് ഇതവിടെ കുറച്ച് ഞാൻ ഗ്യാസുമ്മ തീമട്ടിട്ടുണ്ട്. ഇനി ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇനിയിപ്പോൾ കഞ്ഞിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിചാരിച്ച് കണ്ടേ അങ്ങനെ ഞാൻ വെച്ചിരുന്നു കേട്ടോ. നൂർജഹാനാണ് അരി, ഇത് അത്യാവശ്യം വേവൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിവിടെ ഊറ്റി വെച്ചിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും പൊറാട്ട കണ്ടപ്പോൾ കുട്ടികൾക്ക് പിന്നെ എന്തായാലും പൊറാട്ടയും അതിക്കുള്ള കറിയും തിന്നാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. എനിക്കും അങ്ങനെ തന്നെ ഇട്ടാ. പൊറാട്ടയും ചോറും കൂടി കണ്ടാൽ ഞാൻ പൊറാട്ട തിന്നും. ഉച്ചയ്ക്ക് വെറുംചോറ് വേണ്ടവർക്ക് വെറുംചോറുണ്ട്, ക്യാബേജ് ഉപ്പേരി ഉണ്ട്, ഇതാ നല്ല എല്ലാം ഇറച്ചിയുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. കൂട്ടാനൊക്കെ അടിപൊളി റെഡി ആയിട്ടുണ്ട്. ഇറച്ചി പിന്നെ ഇന്നലെ രാത്രി തന്നെ വെച്ചതിനത് നല്ല തിന്നുന്നവർക്ക് തിന്നട്ടാ. സാധനമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നാൽ ഇപ്പോൾ കൂന്തളും ചെമ്മീനൊക്കെ കൊണ്ടുവരാം. കാരണം പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ നമ്മളെ വലിയ കുട്ടിക്ക് ഓൾക്ക് ഇങ്ങനെ മറ്റേ സാധാ മീൻ ഇഷ്ടമല്ല. ചെമ്മീൻ അതേപോലെ തന്നെ ഇങ്ങനത്തെ കൂന്തൾ അങ്ങനെയൊക്കെ അത് ഫ്രൈ ചെയ്തതൊക്കെ ഇഷ്ടമുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ വരുമ്പോൾ എന്നും അത് കൊണ്ടുവരും. ഓൾക്ക് ഇഷ്ടപ്പെട്ട ചെമ്മീനും അങ്ങനെയൊക്കെ ഓൾക്കിങ്ങനെ. അപ്പം ഉമ്മ എല്ലാം കൂട്ടി ശീലമാണെന്നൊക്കെ പറയും. മറ്റേ മീനുകൾ മത്തി അയിലയും കോരി അങ്ങനത്തെ ഒന്നും പറ്റൂല കേട്ടോ. എന്തായാലും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിരിക്കണേ. നമ്മളൊരു ഫ്രണ്ട് കൊടുന്ന കേട്ടോ. എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്തൊക്കെ കുട്ടികളൊക്കെ ആകാംക്ഷയോടെ എന്താ വിചാരിച്ച് നോക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു ഗിഫ്റ്റ് പറയുമ്പോൾ ഒരു പേനായാലും നമുക്ക് സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഇത് എന്തോ ഒരു കുറച്ച് കനൊക്കെ ഉണ്ട് അത്യാവശ്യം, എന്താ അറിയില്ല. ഏതായാലും നോക്കട്ടെ. മൂന്നാളും കൂടി ആകാംക്ഷയോടെ ഇതാ ആ ഒരു ബോക്സൊക്കെ അൺബോക്സ് ചെയ്യുന്നുട്ടാ. അപ്പോൾ സഫമോളൊക്കെ നല്ല ആകാംക്ഷയോടെ ഗ്ലാസ്സൊക്കെ ആകാനാണ് ചാൻസ് ഇട്ടത്. കാരണം ഇതിൻ്റെ കനൊക്കെ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തുറന്ന് നോക്കുക എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ നല്ലൊരു അടിപൊളി സിൽക്കിൻ്റെ പേപ്പർ കണ്ടില്ല. അപ്പോൾ ഇതാണ് കപ്പും സോസറും കേട്ടോ. ഒരു പൊട്ട് അതന്നെ കനുണ്ട് അത്യാവശ്യം, അതുകൊണ്ടേ കാരം. എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കുക. ഇത് നല്ലൊരു വൈറ്റുമ്മല് ഒരു റെഡ് ഇങ്ങനെ ലീഫ് ഒരു ഫ്ലവർ ഇങ്ങനെ ആയിക്കൊണ്ട് ഒരു 6 പീസ്, മൊത്തത്തിൽ 12 പീസ്, 6 കപ്പും 6 സോസറും. പെട്ടി കണ്ട് പൊളിച്ചണല്ലോ, എന്നാലുള്ള അതിൻ്റെ ഉള്ളത്തെ സാധനം കാണാൻ ഒരു ആകാംക്ഷ. എത്ര ചിത്രം കണ്ടാലും നമുക്ക് സാധനം അതാണ് പറഞ്ഞാൽ നേരിട്ട് ഇങ്ങോട്ട് കാണുമ്പോൾ അതൊരു ഇത് തന്നെയാണ്. എന്തായാലും അടിയൊരു തെർമോക്കോളിൻ്റെ ഒരു ഷീറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് സംഭവം കണ്ടില്ലേ. നല്ല ക്യൂട്ടായിട്ടുള്ള 6 കപ്പും അതിൻ്റെ കൂടെ 6 സോസറും. സോസറൊക്കെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കണേ, മറ്റേ ഭാഗത്തായിട്ട് 6 കപ്പ്. അപ്പോൾ ഇത് നമ്മളൊരു വീഡിയോ ചെയ്തതിന് നമ്മളൊരു ഫ്രണ്ട് കൊടുന്ന് തന്ന ഗിഫ്റ്റാണ് കേട്ടത്. അപ്പോൾ മക്കളെ കുറച്ച് പഴം ഉണ്ടായിന്. ആ പഴമൊന്ന് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പൊരിച്ച് വെക്കുക. ഇനി പോലെ പെട്ടെന്ന് വരികയാണെങ്കിൽ ചായക്കടിക്ക്. ഓലാണെങ്കിൽ ഓനാൻ്റെ ഇളച്ചനാണെങ്കിൽ നല്ലോണം കുക്കിങ്ങിൻ്റെ ആണ്. എല്ലാ അടിപൊളി സാധനങ്ങളും എല്ലാ ഫുഡ് ഐറ്റംസും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മുറിയാൻ പയമ്പൊരൊന്നും കാണുമ്പോൾ ഓൽക്കൊരു ഇതുണ്ടാവില്ല കേട്ടോ. കാരണം അങ്ങനത്തെ കഫേ അതിലൊക്കെ വർക്ക് ചെയ്ത് തന്നെയാണ് അവന്. ജിമ്മും കഫേയും ഈവനിങ് കഫേയൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള അങ്ങനത്തത് അതേപോലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെയാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു പയമ്പൊരൊന്നൊരു നേക്ക് കിട്ടൂല കേട്ടോ. പൊന്നാര മക്കളെ ചായ കൊണ്ടേ കൊടുക്കാൻ പോയപ്പോൾ നമ്മളിപ്പ വെച്ച പാട്ടുണ്ടല്ലോ, നിങ്ങൾ ഇപ്പാൻ്റെ ഫേവറേറ്റ് പാട്ടുണ്ട്. അതൊക്കെ ഈ ഒരു നീഗ്രോക്കാരൊക്കെ എന്തൊരു പേരൊക്കെ പറഞ്ഞേക്കാം. അതേപോലെ വേറൊരു മുസ്ലിമായ ഒരാളുണ്ട്, അയാളൊരു പാട്ട് ഒക്കെ അതിങ്ങനെ കേട്ട് ആസ്വദിക്കണേ. വല്യപ്പയും പേരക്കുട്ടിയും കൂടി ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കുക കേട്ടോ. ഇത് സാധാരണ ഇംഗ്ലീഷും അല്ല മലയാളവും അല്ല ഹിന്ദി അല്ല വേറെ ഏതോ ഒരു നീഗ്രോ ഭാഷയൊക്കെയാണ് പാടുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ഒരു പാട്ട് ഇതാ. ഇത് പിന്നെ ഒരു അള്ളാഹുവിനെ കുറിച്ചൊരു പാട്ട് ഇങ്ങനെയാണ് പാടുന്നത്. സഫമോളും ഒപ്പം പാടുന്നുണ്ട് കേട്ടോ. ഇപ്പാക്ക് ഈ പണ്ടത്തെ ഈ രണ്ടത്താണി അംസക്കൻ്റെ പാട്ട് അതേപോലെ ഹാർമോണിയൊക്കെ വെച്ചുകൊണ്ടുള്ള അങ്ങനത്തെ ഒരു പാട്ടുണ്ടാവില്ലേ പണ്ടത്തെ ഒരു, അതാണ് ഇപ്പാക്ക് ഭയങ്കര ഇഷ്ടം. സാധാരണ കുറേ മ്യൂസിക്കുള്ള പാട്ടിനേക്കാളും ഇങ്ങനത്തെ പയമ്പരും കൂടി ഉണ്ട്. അതൊക്കെ ഒന്നാണ് പൊരിച്ച് വെക്കേണ്ടത്. പല ഷേപ്പുമാണ്. പക്ഷേ നമ്മൾ പെരിയിലുണ്ടാക്കിയ പയമ്പര് തിന്നാൻ രസമാണ്. കുറച്ച് ആകൃതിയിൽ കുറച്ച് മാറ്റം ഉണ്ടെങ്കിലും പിന്നെ ഒന്നായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ടേ അതുണ്ട് അങ്ങനത്തെ മോഡലൊക്കെ ആയത്. അപ്പോൾ കുഞ്ഞോളും പുതിയാപ്പിളിയും വന്നിക്കണെന്ന് തോന്നിട്ടാ. വണ്ടിൻ്റെ ഒച്ച ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. എന്തായാലും ഓലിതാ വന്ന് ഒത്തുകയറിക്കണ വൈകുന്നേരം പറ്റ നേരം വൈകിക്കണ്ട വന്നപ്പോൾ. അപ്പോൾ നമ്മൾ സഫമോൾ ഇത് പുതിയ ഉടുപ്പൊക്കെ ആയിട്ട് തന്നെ ഓൾക്ക് ഇതാ ചെറിയ നല്ലൊരു അടിപൊളി ഡ്രസ്സ് കൊടുന്നിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ട പിങ്ക് കളറാണ് കൊടുന്നിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും സഫമോൾ ഉടുപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടെ. അവൾ നിങ്ങൾക്ക് ശരിക്കും ഇതാ കാട്ടി തരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉടുപ്പുണ്ട്, നല്ല സുഖീകാരം.
മിന്നുവിന് പിന്നെ അങ്ങനത്തെ മോഡൽ ഡ്രസ്സൊക്കെ ഉണ്ട് അവളപ്പച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ പേരക്കുട്ടി ഇതാ ഇപ്പാൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓൻ്റെ ഉപ്പച്ചി വന്നിട്ട് ഓനെ അറിയാനൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് പോയൊക്കെ ചെയ്തു. നിങ്ങൾ എയർപോർട്ടിലത്തെ വീഡിയോ ഒക്കെ കണ്ടില്ലേ, അതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പം ഇങ്ങനെ വീഡിയോ കോളിൽ ഇങ്ങനെ കാണില്ലല്ലോ ആരും, അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ആരും മറക്കൊന്നുമില്ലല്ലോ. സഫമോൾക്ക് ഉടുപ്പ് മാത്രമല്ല ഇട്ടുള്ളത്, ഓൾക്ക് എന്തോ സ്പെഷ്യലായിട്ട് മുട്ടായോ ബദാമോ പിസ്ത ചോക്ലേറ്റ് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അത് മിന്നും ഇങ്ങനെ ആകാംക്ഷയോടെ ഓൾക്കുള്ള കവർ ഇതാ ഓളെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞോളെ ഹസ്ബൻഡിനെ കാണാത്തോലുണ്ട് കണ്ടുപോയിട്ടെ ഇതാണ് കേട്ടോ. അപ്പോൾ സഫമോൾക്ക് ഇതാ എന്തൊക്കെ സാധനം കൊടുത്തിട്ടുണ്ട്, ചോക്ലേറ്റ് പിസ്ത പിന്നെ എന്തൊക്കെ ഐറ്റംസ് മുട്ടായി ഒക്കെ ഉണ്ട്. ഓൾക്ക് ഏതായാലും സന്തോഷിക്കണം. അതൊക്കെ ഇപ്പോൾ ഒറ്റയടിക്കനെ ഇരുന്നാണ് തിന്നുട്ടാ. ഈ കുഞ്ഞോളടുത്തുള്ള സ്പെഷ്യൽ എന്തൊക്കെയാണെന്നാവട്ടെ, ഓളെന്തോ ബാഗിൽ നിന്നൊക്കെ ഇങ്ങനെ എടുക്കണ കാണുന്നുണ്ട്, കണ്ടില്ലേ എന്തൊക്കെയുണ്ട് ആ സോപ്പ്. അപ്പോൾ എനിക്കൊരു ലെക്സിൻ്റെ സോപ്പ് കിട്ടിയിട്ടാ. പിന്നെ എന്താ പിസ്ത എന്താ തോന്നുന്നുണ്ട്. എന്തായാലും ഗൾഫിൽ നിന്ന് വരുമ്പോൾ അത്യാവശ്യം കുറച്ചെങ്കിലും ഇല്ലാക്കൂലല്ലോ. അപ്പോൾ ഓല് ചായ എടുക്കാൻ വേണ്ടി വിളിച്ചിന്. ഓല് ചായയുടെയൊക്കെ കഴിഞ്ഞ് നീച്ചാൻ നിൽക്കുന്നുട്ടാ. അപ്പോൾ സഫമോൾ ഡ്രസ്സ് ഓൾക്ക് നല്ല പാകട്ടെ, പറഞ്ഞടുപ്പിച്ചേ പോലുണ്ട്. ആയിഷ എന്നാണല്ലോ ഇതിൻ്റെ പേര്. ഇപ്പോൾ സഫമോൾക്ക് 3ാമത്തെ ഉടുപ്പാട്ടാ ചെറിയപ്പ കൊണ്ടുവരുന്നത്. എല്ലാം നല്ല പാകം, അടിപൊളി ഉടുപ്പ്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ മോഡൽ ഉടുപ്പ് കൊണ്ടുവരലുണ്ട്. അപ്പോൾ മക്കളെ നമ്മളപ്പോൾ അതാ ഫുഡൊക്കെ കൊണ്ടു നിൽക്കണേ. ഇതിപ്പോൾ എന്താ ബട്ടർ നാനോ, അതുപോലെ പൊറാട്ട ഉണ്ട്, റുമാല്, പിന്നെ ഇതെന്താ റൊട്ടി, അങ്ങനെ ഒരു 3-4 ഐറ്റംസ് ഫുഡ് ഇട്ടാ. പിന്നെ ഇതാ പെപ്പർ ചിക്കനാന്ന് തോന്നുന്നുണ്ട്, ചിക്കൻ്റെ എന്തെങ്കിലും ഐറ്റംസ്, പിന്നെ അതിലേക്കുള്ള ഗ്രേവി, മയോണൈസ്, അങ്ങനെ മൊത്തത്തിലെല്ലാം കൂടി. പിന്നെ ഒരു 7up ഉണ്ട്. ഇപ്പോൾ പിന്നെ രാത്രി ആരും വല്ലാതെ ബിരിയാണി നെയ്ച്ചോറും തിന്നില്ല, അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഫുഡാണ് ടാപ്പ് കൊടുക്കുന്നത്. പിന്നെ മരുവന് ജിമ്മിൻ്റെ കാളായതുകൊണ്ട് തന്നെ രാത്രി ഒന്നും ചോറൊന്നും അങ്ങനെ തിന്നൂല. അങ്ങനെ എന്തെങ്കിലും റൊട്ടി അങ്ങനെ എന്തൊക്കെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ അതുകൊണ്ട് കഴിക്കൽ. എന്തായാലും എല്ലാ ഐറ്റംസും ഉണ്ട്. എനിക്ക് ഈ ബട്ടർ നാനും അതേപോലെ ഹുബൂസും റൊട്ടിയും റുമാലും എന്ത് കണ്ടാലും എനിക്കിഷ്ടം പൊറാട്ട തന്നെ കേട്ടോ. പൊറാട്ടയൊക്കെ കറി വെച്ച് കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇതാ അവിടെ ഇരുന്നിക്കണ്. അപ്പോൾ നല്ല ചൂടോടെ തന്നെയാണ് കഴിക്കാൻ കേട്ടോ, എന്നാലുള്ള ടേസ്റ്റ്. ആ കൂട്ടത്തിലൊരു വെറൈറ്റി പഴം ഇപ്പോൾ കൊണ്ടു നിൽക്കുന്നുണ്ട്, മെഴുകുതിരി പഴമാണ്. കാരണം ഒരു അത്യാവശ്യം നീളമുള്ള ടൈപ്പ്, അധികം ഒരു വണ്ണമില്ലാത്ത കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഒരു വേറെ പഴം, വയനാട്ടിലൊക്കെ ഉള്ളൊരു സംഭവമാണ് ഈ ഒരു മെഴുകുതിരി പഴം. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് കണ്ടത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഓരോ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി കള്ളിത്തുണി മരുവനക്ക് കൊടുത്തിരിക്കണ്. മെഴുകുതിരിപ്പഴം കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതും അതിൻ്റെ കൂടെ തന്നെ 7up കൂട്ടി കുടിച്ചുമ്പോഴേ നല്ല രസമുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഫുഡ് കഴിച്ച് പോയിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ കേട്ടോ. പോകുമ്പോൾ ഇതിനേക്കാളും തടിയുണ്ട്, വന്നപ്പോൾ കുറച്ച് ക്ഷീണിച്ചിരിക്കണേ. ഈ ജിമ്മിൻ്റെ ഒക്കെ ആളായിട്ട്, ജിമ്മിൻ്റെ മാഷൊക്കെ ആയിട്ട് കുറച്ച് അത്യാവശ്യം മസിലൊക്കെ ഉള്ളൊരു ടൈപ്പ് ചെയ്യുന്നു പോകുമ്പോഴൊക്കെ. ഇപ്പോൾ അങ്ങനെ ഇല്ല. പിന്നെ നാട്ടിൽ നിന്ന് തന്നെ അൺലിമിറ്റഡ് തീറ്റല്ലേ, അവിടെ ആകുമ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഒരു കണക്കിനല്ലേ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ. അതൊക്കെ പോകാൻ പോകുന്നത് ഇനിയും റെഡി ആവും ഇൻഷാ അല്ലാഹ്. ഇനി ദിവസം മഞ്ചേരിക്ക് വരാൻ പറയണം. അപ്പോൾ മക്കളെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നമ്മൾ പിന്നെ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാം. എന്നാൽ ശരി മക്കളെ, പിന്നെ കാണാം.